ഹായ് എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ശാരികയുടെ പുറകെ ചെന്ന് രാജീവ് ചോദിക്കുകയാണ്, എടോ ഉപദ്രവമോ, താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? കാര്യങ്ങൾ ഇതുവരെയൊക്കെ എത്തിയിട്ട് നമ്മുടെ കല്യാണ നിശ്ചയത്തിന്റെ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടം വരെ വന്നത്. 1-2 ദിവസം കഴിഞ്ഞ് നല്ലൊരു മുഹൂർത്തമുണ്ടെന്ന് അമ്മ വിളിച്ച് പറഞ്ഞായിരുന്നു. അമ്മയും അമ്മാവനും കൂടി അവിടെ നിന്നും പുറപ്പെടാനായിട്ട് ഇരിക്കുവാണ്. ശാരിക പറയുകയാണ്, അതൊന്നും ശരിയാവില്ല സാറേ, വരണ്ടാന്ന് വിളിച്ചു പറഞ്ഞേക്ക്, എന്തിനാ അവരെ വെറുതെ മിനക്കെടുത്തുന്നത്? തിരിഞ്ഞു നടക്കുന്ന ശാരികയെ പിടിച്ചു നിർത്തുകയാണ് രാജീവ്. എന്താ തന്റെ പ്രശ്നം, ആദ്യം അത് പറയ. എടോ, എന്നെ ഇഷ്ടമല്ലേ തനിക്ക്, എങ്കിലത് തുറന്നു പറയണം, നേരിട്ട് കേൾക്കണം എനിക്ക്. പറഞ്ഞില്ലേ സാറേ, ഒരു കുഞ്ഞു ലോകമാണ് എന്റേത്. അമ്മയും അനിയത്തിമാരും ഈ കടയും അതിലുള്ള ജോലിക്കാരും ഒക്കെ ആയിട്ട് വളരെ ചെറിയൊരു ലോകം. അതിനപ്പുറത്തേക്ക് ഞാൻ ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സാറിനെ മാത്രമാണ്. അതിലും വലിയ ഇഷ്ടമൊന്നും ഇനി ശാരികയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. എന്റെ മരണം വരെ എന്ന് പറയുമ്പോൾ രാജീവ് ചോദിക്കുകയാണ്, പിന്നെ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. പെണ്ണ് കാണാൻ വേണ്ടി സാറിന്റെ അമ്മയും അമ്മാവനും വന്നപ്പോൾ ഇവിടെ സംഭവിച്ചത് സാറ് കണ്ടതല്ലേ? എന്റെ ജീവിതത്തിൽ എന്റെ മനസ്സറിവില്ലാതെ സംഭവിച്ച ഒരബദ്ധം, അതിന് സാക്ഷിയായ ആളാണ് സാറിന്റെ അമ്മാവൻ. അദ്ദേഹം അത് അമ്മയടക്കമുള്ളവർക്ക് മുൻപിൽ വിളിച്ചു പറയുകയും ചെയ്തു. എടോ, അതിനിപ്പോൾ എന്താ? അന്ന് ബോബൻ ജോണിന്റെ വീട്ടിൽ വെച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഏറ്റവും അറിയാവുന്നത് എനിക്കല്ലേ? ഞാനത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തല്ലോ. ശാരിക പറയുകയാണ്, സാറിനത് കൃത്യമായി മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഒരു പെണ്ണിന് ഏറ്റവും വിലപ്പെട്ടത് അവളുടെ മാനമാണ്. മാനം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചാൽ മാത്രം പോരാ, അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും കൂടി വേണം അവൾ. പെണ്ണിന് മാത്രമുള്ളൊരു ബാധ്യത. പെണ്ണെത്ര പരിശുദ്ധയായാലും അവളെപ്പറ്റി മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ സ്വന്തം കുറ്റം കൊണ്ടല്ലെങ്കിലും അതും പേറി ജീവിക്കണം അവൾ. സ്വന്തം ചിതയെരിഞ്ഞ് തീരും വരെ. അന്ന് സാറിന്റെ അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ, ബോബൻ ജോണിന് ഏറ്റവും വേണ്ടപ്പെട്ട കുട്ടിയാണ് ഞാനെന്ന്. അയാളുമായി യാതൊരു അടുപ്പവും ഇല്ലെങ്കിലും, അയാൾ എന്റെ വിരൽത്തുമ്പിൽ പോലും സ്പർശിച്ചിട്ടില്ലെങ്കിലും ആൾക്കാർ അങ്ങനെയൊക്കെ കൽപ്പിച്ചു കൂട്ടൂ. ആ കളങ്കവും പേറി സാറിന്റെ ജീവിതത്തിലേക്ക് വലത് കാൽ വെച്ച് കയറി വരാൻ എനിക്ക് വയ്യ സാറേ. അത് പിന്നീട് പ്രശ്നമാകും എന്നുള്ളത് ഉറപ്പാണ്. എടോ, ഞാൻ പറയുന്നത് താനൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞപ്പോൾ കൈകൊണ്ട് തടുക്കുകയാണ് ശാരിക. ഇത് സാറിനോടുള്ള വെറുപ്പ് കൊണ്ടുള്ള തീരുമാനം അല്ല, സാറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. ഇപ്പോഴാണെങ്കിൽ ദൂരെ നിന്നെങ്കിലും എനിക്ക് സാറിനെ കാണാം, സംസാരിക്കാം, അത്രയൊക്കെ മതി. അതിനപ്പുറത്തേക്കൊന്നും എനിക്ക് ആഗ്രഹമില്ല. സാറിന് എന്നെക്കാളും നല്ലൊരു പെൺകുട്ടിയെ കിട്ടും, അത് കണ്ട് സന്തോഷിച്ചോളാം ഞാൻ. ഇതാണ് ഇപ്പോഴെന്റെ തീരുമാനം, സാർ അത് അനുസരിക്കണം. അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് ശാരിക. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ നിൽക്കുന്ന സുസ്മിതയാണ്. അവിടേക്ക് കാറിൽ എത്തുകയാണ് സത്യഭാമ. സത്യഭാമ ചോദിക്കുകയാണ്, അല്ല മോളെ, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? മുഖം വല്ലാതെ കടുത്തിരിക്കുന്നല്ലോ, എന്തു പറ്റി? ഓ, ഞാനിനി ആന്റിയോട് പരാതിയൊന്നും പറയുന്നില്ല. ഞാനിപ്പോ ഇവിടെ ഒരു പുകഞ്ഞ കൊള്ളിയല്ലേ, എടുത്തു കളയാൻ സമയമായി, അത്ര തന്നെ. ഒന്നും മനസ്സിലാകാതെ സത്യഭാമ ചോദിക്കുകയാണ്, ഛേ മോൾ എന്ത് വർത്തമാനാണ് ഈ പറയുന്നത്? നീ ഈ വീട്ടിലെ പുകഞ്ഞ കൊള്ളിയല്ല, നിറഞ്ഞു കത്തുന്ന നിലവിളക്കാണ്. അല്ല, ഇത്രയ്ക്കും നീ സ്വയം ചിന്തിക്കാൻ വേണ്ടി ഇവിടെ ഇപ്പോൾ എന്താണുണ്ടായത്? എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആന്റിയോട് തുറന്നു പറയാമല്ലോ. ഇപ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, പ്രശ്നം വിഷ്ണുവേട്ടൻ തന്നെ. ഈ സംസാരം ശ്രദ്ധിക്കുകയാണ് പ്രീതി. എന്റെ ക്ലോസ് ഫ്രണ്ട് രാധാമേനോന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. 10:30-ക്കായിരുന്നു ഫംഗ്ഷൻ. ഞാൻ വിഷ്ണുവേട്ടനെയും കൂട്ടി അവിടെ എത്താമെന്ന് ഗാഥയ്ക്ക് വാക്ക് കൊടുത്തതായിരുന്നു. നോക്ക്, സമയം ഇപ്പോൾ തന്നെ 10:45 കഴിഞ്ഞു. വിഷ്ണുവേട്ടനെ കാണുന്നതും ഇല്ല. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്, എന്നെ മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിക്കാൻ. അത്രയുള്ളൂ മോളുടെ പ്രശ്നം? ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ, മിനിറ്റുകൾക്കകം അവനെ വീട്ടുമുറ്റത്ത് വന്നിരിക്കും, മോള് നോക്കിക്കോ. ഫോണുമായി സത്യഭാമ പോകുമ്പോൾ സുസ്മിത പറയുകയാണ്, അവളുടെ കൂടെ മുട്ടിയിരുമിയിരുന്ന് കുറെ സന്തോഷിച്ചതല്ലോ, ഇനി വിളിക്കുമ്പോൾ ഇങ്ങ് വന്നേക്ക്. വിളക്ക് ഞാൻ കെടുത്തിത്തരാം, സുസ്മിതയോടാണ് കളി. അതേസമയം വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ് സത്യഭാമ. സത്യഭാമയുടെ ഫോൺ കണ്ട് വിഷ്ണു അയ്യോ എന്ന് വിളിക്കുകയാണ്. ശാലിനി ചോദിക്കുകയാണ്, എന്താ, എന്തു പറ്റി? അല്ല, ഒരു അർജന്റ് കോളാണ്, ഞാനൊന്ന് എടുത്തിട്ട് വരാം. ഫോൺ എടുത്തുകൊണ്ട് ബസിന്റെ മുൻസീറ്റിലേക്ക് നടക്കുകയാണ് വിഷ്ണു. ഈശ്വര, ഇനിയിപ്പോ എന്താ പറയുക? അതിയെ എന്താ അമ്മ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. എന്താടാ ഫോൺ എടുക്കാൻ നിനക്ക് ഇത്ര താമസം? അത് ഞാൻ വണ്ടിയിലായിരുന്നു. വണ്ടിയുടെ ശബ്ദത്തിന് എന്താ ഒരു വ്യത്യാസം? നീ ബൈക്കിലോ അതോ ജീപ്പിലോ? പെട്ടെന്ന് വിഷ്ണു പറയുകയാണ്, ബസ്സിലാണ്. ബസ്സിലോ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണു പറയുകയാണ്, ബസ്സിലല്ല, ദാസനല്ലേ വണ്ടി ഓടിക്കുന്നത്. അപ്പോ അവനോട് എതിരെ വരുന്ന ബസ് ശ്രദ്ധിക്കാൻ പറഞ്ഞതാണ്, നോക്കി ഓടിക്കടാ എന്ന് വെറുതെയൊക്കെ പറയുകയാണ് വിഷ്ണു. ഇവിടെ പോവുകയാണ്. അത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തില്ലേ?
ഫ്രൂട്ട്സ് കട ഇട്ടിട്ടുള്ള സണ്ണീരെ അടുത്ത് അവനാണെങ്കിൽ കുറച്ചു കാലമായിട്ട് പലിശ പിരിവ് തരാതെ ഉഴപ്പുകയാണമ്മ. പിന്നീട് നമ്മുടെ ദാസനും കമലിനും ഒക്കെ എവിടെ ചെന്നിട്ട് അവൻ അടുക്കുന്നില്ല. അതുകൊണ്ട് നേരിട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു. സത്യഭാമ പറയുകയാണ്, നീ അതൊക്കെ വിട്ടേക്ക്, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. പരിഭ്രമിച്ച് വിഷ്ണു ചോദിക്കുകയാണ്, എന്താ അമ്മ? ദേ, ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട, വരാൻ പറഞ്ഞാൽ ഇങ്ങ് വന്നാൽ മതി. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് സത്യഭാമ. എന്റെ ദൈവമേ, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് വിഷ്ണു. പ്രശ്നമാകുമല്ലോ, ഇനി പ്രീതി വിചാരിച്ചാല് എന്തേലും നടക്കൂ എന്നും പറഞ്ഞ് പ്രീതിയെ ഫോൺ ചെയ്യുകയാണ് വിഷ്ണു. അതേസമയം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ് പ്രീതിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വിഷ്ണു. ഇതെന്താ ചേട്ടന്റെ ഒരു മെസ്സേജ് വായിക്കുകയാണ് പ്രീതി, ഞാൻ ശാലിനിക്കൊപ്പം ഒരു സ്ഥലം വരെ പോവുകയാണ്. അമ്മയെ എങ്ങനെയെങ്കിലും നീ ഒന്ന് മാനേജ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാൻ ഇടവരുത്തരുത്. പ്രീതി കരുതുകയാണ്, ചേട്ടാ ഞാൻ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്, അതും സത്യഭാമയുടെ അടുത്ത്. മെസ്സേജ് അയച്ച ശേഷം ഒന്ന് ആശ്വസിച്ച വിഷ്ണു വീണ്ടും ശാലിനിയുടെ അടുത്തേക്ക് പോവുകയാണ്. പിന്നീട് ബസിന്റെ സീറ്റിലിരുന്നുറങ്ങുന്ന മാർട്ടിനെ ഫോൺ ചെയ്യുകയാണ് സുസ്മിത. ബെൽ ശബ്ദം കേട്ട് മാർട്ടിനും കൂട്ടരും ഉണരുകയാണ്. സുസ്മിത ചോദിക്കുകയാണ്, ഹലോ മാർട്ടിൻ അല്ലേ? അതെ, ഞാൻ അലക്സാണ്ടറുടെ ഫ്രണ്ട് സുസ്മിതയാണ്. നമ്മൾ 1-2 പ്രാവശ്യം പാർട്ടിയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മനസ്സിലായി മാഡം, പറഞ്ഞോളൂ. അലക്സാണ്ടർക്ക് ചെയ്തു കൊടുക്കുന്നത് പോലെ എനിക്കും ഒരു ചെറിയ കൊട്ടേഷൻ പണി ഉണ്ടല്ലോ മാർട്ടിന്. ചെയ്യാൻ പറ്റുമോ? മാർട്ടിൻ പറയുകയാണ്, പിന്നെന്താ, അത് നമ്മുടെ തൊഴിലല്ലേ. കൃത്യമായിട്ട് കാശ് കിട്ടുന്ന ഏത് കൊട്ടേഷനും മാർട്ടിൻ ചെയ്യും. പ്രത്യേകിച്ചും എനിക്ക് കൃത്യമായി ക്യാഷ് തരുന്ന അലക്സാണ്ടർ സാറിന്റെ ഫ്രണ്ടിന്. മാഡം പറഞ്ഞോ, എന്താ ചെയ്യേണ്ടത്? ഒരു പെണ്ണ്, അവൾ ട്രെയിനിൽ നാഗർകോവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിവിൽ സർവീസ് എക്സാം എഴുതാൻ. അവൾ അവിടെ എത്താൻ പാടില്ല. കയ്യോ കാലോ ഒടിഞ്ഞ് പോകുന്ന വഴിയിൽ ഹോസ്പിറ്റലിലാകണം. എന്താ, നടക്കുമോ തന്നെ കൊണ്ട്? മാർട്ടിൻ ചോദിക്കുകയാണ്. അവൾ കയറിയ ട്രെയിൻ പുറപ്പെട്ടോ മാഡം? പുറപ്പെട്ടിരിക്കാനാണ് സാധ്യത. എങ്കിലത്തെ ബുദ്ധിമുട്ടാണ് മാഡം. ഞാനിപ്പോൾ ഒരു ബസ്സിൽ കുമാരൻകോവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടും ഒരു റൂട്ടാണ്. പക്ഷേ ബസ്സിൽ നിന്നിറങ്ങി ട്രെയിനിൽ കയറി പറ്റാൻ ഉടൻ സാധിക്കില്ല. ശരി, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് പറയ്. എന്നാ മാഡം ഈ പരീക്ഷ? മിക്കവാറും നാളെ ആയിരിക്കും. എവിടെ വെച്ചാണെന്ന് അറിയാമോ? അയ്യോ, സിവിൽ സർവീസ് എക്സാം എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതെന്ത് കൊട്ടേഷനാണ് മാഡം? കൃത്യമായ ലൊക്കേഷൻ പോലും ഇല്ലാതെ. നമ്മുടെ നാട് പോലെ അല്ല നാഗർകോവിൽ. എക്സാം സെന്റർ തന്നെ ഒന്നിലധികം കാണാൻ ചാൻസ് ഉണ്ട്. അതൊന്നും എനിക്കറിയില്ല. എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ. തനിക്ക് ഞാൻ 5 ലക്ഷം രൂപ തരും. പിന്നെ പൂ പോലൊരു പെണ്ണിന്റെ കാര്യമാണ് ഈ പറയുന്നത്. തനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, പിന്നെന്താ പ്രശ്നം? 5 അല്ല 10 തരാമെന്ന് പറഞ്ഞാലും പറഞ്ഞ വാക്കിൽ നിന്നും മാർട്ടിൻ മാറില്ല. തൽക്കാലം മാഡം സമാധാനമായിട്ടിരിക്കുക. അവൾ നാട്ടിൽ തിരിച്ചു വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. ഇപ്പൊ ഒന്നും നടക്കത്തില്ല. ഐ ആം സോറി മാഡം. ഏതായാലും മാഡം അവളുടെ ഫോട്ടോ ഒന്ന് എനിക്ക് അയച്ചേക്ക്. ഏതെങ്കിലും സമയത്ത് ഉപകാരപ്പെടും. തൽക്കാലം അതേ നടക്കൂ. ഞാൻ തിരിച്ചു വന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഞാൻ ഫോൺ വയ്ക്കുകയാണ് എന്ന് പറയുകയാണ് മാർട്ടിൻ. സുസ്മിത കരുതുകയാണ്, ചേടാ ഇവളെന്താ ദൈവത്തിന്റെ സംരക്ഷണയിലാണോ? ഒന്നും അങ്ങോട്ട് നീങ്ങുന്നില്ലല്ലോ. ഏതായാലും അവളുടെ ഫോട്ടോ ഒന്ന് അയച്ചേക്കാം. ഇനി അത് ചെയ്യാതെ കാര്യം മുടങ്ങേണ്ട. അതിനുശേഷം സുസ്മിതയുടെ ഫോട്ടോ മാർട്ടിൻ അയക്കുകയാണ്. ശാലിനിയുടെ ഫോട്ടോ മാർട്ടിൻ അയക്കുകയാണ് സുസ്മിത. ശാലിനിയുടെ ഫോട്ടോ മെസ്സേജ് വന്നത് കണ്ട് അവിടെ റോഡിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ആലോചിക്കുകയാണ് മാർട്ടിൻ. കൂട്ടുകാരനെ മാർട്ടിൻ ഫോട്ടോ കാണിക്കുകയാണ്. ഡാ മറ്റവള് ഇവളാണോന്ന് ചോദിക്കുകയാണ് കൂട്ടുകാരൻ. പെട്ടെന്ന് സുസ്മിതയെ തിരിച്ചു വിളിക്കുകയാണ് മാർട്ടിൻ. മാഡം അയച്ച ഫോട്ടോയിലെ ഇവളെ എനിക്കറിയാം. എന്താ, നിങ്ങൾ തമ്മിൽ മുൻപരിചയമുണ്ടോ? അല്ല മാഡം, ഇന്നിപ്പോ ഞാൻ ഈ ബസ് പിടിക്കാൻ വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഞങ്ങളൊന്ന് മുട്ടിയതാണ് ഇവളെ. അപ്പോൾ അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതെ ഉണ്ടായിരുന്നു, മാലയൊക്കെ ഇട്ട ഒരുത്തൻ. എന്റെ കൂടെയുള്ള ഒരുത്തൻ പറഞ്ഞത് അതാ ബ്ലേഡ് സത്യഭാമയുടെ മകൻ വിഷ്ണു ആണെന്നാണ്. സ്മിത കരുതുകയാണ്, അപ്പൊ അറിഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. കൊള്ളാം. മാർട്ടിൻ പറയുകയാണ്, ഈ കൊട്ടേഷൻ വേറെ ആർക്കും കൊടുക്കണ്ട, അവളെ എനിക്ക് തന്നെ വേണം. എപ്പോഴെങ്കിലും ഒരു പണി കൊടുക്കാൻ പുള്ളി കൊത്തിവെച്ചിരിക്കുകയായിരുന്നു. ഒരു 2-3 കൂടുതലാണ് അവൾക്ക്. എന്റെ അടുത്ത നറുക്ക് ഇവൾക്ക് തന്നെയാണ്. മാഡത്തിന് ഉറപ്പിക്കാം. എങ്കിൽ ശരി, ഞാൻ വയ്ക്കുകയാണ്. ശരി മാഡം എന്ന് പറയുകയാണ് മാർട്ടിൻ. പിന്നീട് കാണിക്കുന്നത് ഹാജിയരെ കാണാൻ പോകുന്ന ശാരദാമ്മയും ശാന്തയുമാണ്. ശാരദാമ്മ പറയുകയാണ്, ഇത് ഇത്ര വലിയ സ്ഥലമാണോ? റോഡിൽ കൂടെ പോകുമ്പോഴൊന്നും ഇത് ഇത്ര വലിയ സ്ഥലമാണെന്ന് തോന്നിയിട്ടേയില്ല. ശാന്ത പറയുകയാണ്, ഹാജിയാര് വളരെ നല്ലൊരു മനുഷ്യനാണ്. എന്റെ ചന്ദ്രേട്ടൻ പലതവണ കള്ള കുടിച്ച് തോന്നിയാസം കാണിച്ചിട്ടും ഞാൻ ചെന്ന് കരഞ്ഞു പറയുമ്പോൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ശാരദാമ്മ പറയുകയാണ്, നമ്മൾ ചെല്ലുന്ന കാര്യത്തിനും അതേ കാരുണ്യം കാണിച്ചാൽ മതിയായിരുന്നു. ഹാജിയാരെ കണ്ട് അസ്സലാം അലൈക്കും പറയുകയാണ് ശാന്ത. ഹാജിയാരും വാലൈക്കും അസ്സലാം പറയുന്നു.
ശാന്ത പറഞ്ഞ കാര്യം മറന്നിരിക്കുകയായിരുന്നു. എന്തായാലും വന്നത് നന്നായി. വൈകിട്ട് ഞാനങ്ങ് ഹൈദരാബാദിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ാണ് ഞാൻ പറയാറുള്ള ശാരദാമ്മ. ഹാജിയാർ പറയുകയാണ്, മനസ്സിലായി. കുടുംബശ്രീ ശാരദ അല്ലേ? പക്ഷെ ആളിത്ര പ്രായക്കുറവുള്ളതാണെന്ന് കരുതിയില്ല. എന്തായാലും നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്ക് അന്നം വിളമ്പുന്ന ഒരു നന്മമരമാണെന്ന് കേട്ടപ്പോൾ അതൊരു 10-70 വയസ്സുള്ള സ്ത്രീയാണെന്ന് കരുതി. അത്രയുള്ളൂ. പിന്നെ സക്കാത്ത് നൽകുമ്പോൾ നമ്മുടെ കൈയും പടച്ചോന്റെ കൈയാവുമെന്ന് പറയാറുണ്ട്. കേട്ടറിഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് അക്ഷരം പ്രതി ശരിയാണ്. 3 മക്കൾക്കുള്ള പഠിപ്പും വീട്ടുചെലവും 2 ജോലിക്കാർക്കുമുള്ള ശമ്പളവും ഒക്കെ കഴിഞ്ഞ് മെച്ചം പിടിക്കുന്ന അതിൽ നിന്നാണ് ശാരദാമ്മ അനാഥർക്കുള്ള സൗജന്യ ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുക്കുന്നതെന്ന് അറിഞ്ഞു. എന്താ ശരിയല്ലേ? അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഹാജിയാരെ. കയ്യിലെ പണം പോകുമല്ലോ എന്ന് കരുതി ഇതുവരെ ഒരു നല്ല കാര്യവും ചെയ്യാതിരുന്നിട്ടില്ല. നാട്ടില് വിശന്ന് കരയുന്ന ഒരു കുഞ്ഞു വയറുണ്ടെങ്കിൽ പണം തലക്കീഴിൽ വെച്ചിറങ്ങാൻ ഒരു മടി, അത്രയുള്ളൂ. ഹാജിയാര് പറയുകയാണ്, അത്രയും മതി, അത് തന്നെ ധാരാളം. കുറെ എത്തീമുകളെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവരെ സഹായിക്കാൻ കുറെ മലക്കുകളെയും പടച്ചോൻ അയക്കും. അങ്ങനെയാ ശാരദാമ്മ ഈ ദുനിയാവിന്റെ ഒരു നിലനിൽപ്പ് തന്നെ. അല്ല, എന്താണോ വിശേഷിച്ച് എന്നെ കാണാൻ വന്നത്? വരുമെന്ന് പറഞ്ഞതല്ലാതെ എന്താണ് കാര്യമെന്ന് ശാന്ത പറഞ്ഞതുമില്ല. ശാന്ത പറയുകയാണ്, ഹാജിയാരെ, ശാരദാമ്മയുടെ മൂത്ത മകൾ ശാരികയുടെ വിവാഹമാണ്. ആഹാ, അത് നല്ല കാര്യമാണല്ലോ. മാനേജർ സലാമിനെ കണ്ടാൽ മതി, നമ്മുടെ കയ്യിൽ നിന്ന് മോശമല്ലാത്തൊരു സംഭാവന കിട്ടും. ഉറപ്പിക്കാമത്. അത് കേട്ട് ശാരദാമ്മ പറയുകയാണ്, അയ്യോ, ഞാൻ സംഭാവന പ്രതീക്ഷിച്ചൊന്നും അല്ല വന്നത്. അങ്ങനെ പണം സ്വീകരിക്കാൻ മടിയുമുണ്ട്. ശാന്ത പറയുകയാണ്, അത് ഹാജിയാരെ, ഞങ്ങളിപ്പോൾ വന്നത് ഫാക്ടറിയിലെ ക്യാൻറ്റീന്റെ കോൺട്രാക്ട് ഒഴിഞ്ഞുകിടക്കുകയല്ലേ, അത് നടത്താൻ കിട്ടുമോ എന്നറിയാനാണ് വന്നത്. ഹാജിയാർക്ക് വിരോധമില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഹാജിയാർ ചോദിക്കുകയാണ്, അതാണോ കാര്യം? വൃത്തിയും വെടിപ്പുമായിട്ട് നടത്താത്തത് കൊണ്ടാണ് ആ പഴയ തമിഴനെയും കൂട്ടുകാരെയും ഞാൻ പറഞ്ഞു വിട്ടത്. 10-200 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഫാക്ടറിയാണ്. ശാരദാമ്മയ്ക്കത് നന്നായി നടത്താമെന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് തരുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. അത് കേട്ട് സന്തോഷിക്കുകയാണ് ശാന്തയും ശാരദാമ്മയും. ആരോഗ്യത്തിനാണ്, അസുഖം വിളമ്പാനല്ല നമ്മൾ ആഹാരം ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. ശാന്ത പറയുകയാണ്, ഇതെല്ലാം സമ്മതിച്ച് ശാരദാമ്മ അത് ഭംഗിയായി നടത്തിക്കൊള്ളും ഹാജിയാരെ. ഞാൻ ഗ്യാരണ്ടിയാണ്. ഹാജിയാർ പറയുകയാണ്, എന്നാ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. സലാം ഓഫീസിലുണ്ട്, ഒന്ന് കയറി കണ്ടേക്ക്. ശാന്ത പറയുകയാണ്, കാണാം ഹാജിയാരെ. അല്ല, ശാരദാമ്മയ്ക്ക് അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാശ് കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായനെ. കല്യാണമൊക്കെ വന്നിരിക്കുകയല്ലേ. ശാരദാമ്മ ഇച്ചിരി ഞെരുക്കത്തിലാണ്, അതുകൊണ്ടാണ്. ആയിക്കോട്ടെ, ഒരു 5 ലക്ഷം മതിയാവൂ അഡ്വാൻസ് ആയിട്ട്? അത് കേട്ട് വാ പൊളിക്കുകയാണ് ശാരദാമ്മ. എന്നിട്ട് തൊഴുതുകൊണ്ട് പറയുകയാണ്, അത് മതിയാകും ഹാജിയാരെ. വീണ്ടും തൊഴുത് ശാരദാമ്മ പറയുകയാണ്, ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു മനസ്സിന്. ഇത് ഉപകാരമല്ലല്ലോ ശാരദാമ്മേ, നിങ്ങളൊരു ജോലി ചെയ്യുന്നു, ഞാൻ അതിന് കൂലി തരുന്നു. എന്റെ തൊഴിലാളികളുടെ ആരോഗ്യമാണ് എനിക്ക് മുഖ്യം. അവര് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും മിച്ചം പിടിക്കുന്ന ന്യായമായൊരു തുക കൊണ്ട് സാവകാശം വീട്ടിയാൽ മതി ഈ കടമെല്ലാം. ക്യാൻറ്റീന്റെ കെട്ടിടത്തിനും പാചകത്തിനുള്ള പാത്രത്തിനും ഒക്കെ ശാരദാമ്മ 10 പൈസ വാടക തരണ്ട. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന കോംപ്ലിമെന്റ്. പകരം ഞാൻ വല്ലപ്പോഴും ക്യാൻറ്റീനിൽ വരുമ്പോൾ സൂപ്പർ സുലൈമാനി കിട്ടണം, അതും ഫ്രീ ആയിട്ട്. എന്താ, പറ്റുമോ? അതിയായ സന്തോഷത്തോടു കൂടി ശാരദാമ്മ ചോദിക്കുകയാണ്, പിന്നെന്താ ഹാജിയാരെ? റെഡിയല്ലേ? ഹാജിയാരങ്ങ് വന്നാൽ മതി. അതേസമയം അവിടേക്ക് ഹാജിയാരെ കൊണ്ടുപോകാനായി ബാലചന്ദ്രൻ വണ്ടിയുമായി വരികയാണ്. വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന ബാലചന്ദ്രൻ ശാരദാമ്മയെ കണ്ടൊന്ന് നോക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.